മുന്നിലെ സംഘർഷത്തിൽ ഫാദർ കുര്യാക്കോസ് മുണ്ടാളൻ സംസാരിക്കുന്നു. തത്സമയം 21 ധീര പുരോഹിതരോടൊപ്പം ഞങ്ങളുണ്ടെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഫാദർ കുര്യാക്കോസ് മുണ്ടാളനാണ് സംസാരിച്ചത്. എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്തിന് മുന്നിൽ വലിയൊരു സംഘർഷാവസ്ഥ തന്നെയാണ് ഉണ്ടായിരുന്നത്. പോലീസ് ബാരിക്കേഡുകൾ സമരക്കാർ തള്ളി നീക്കി. ഇരുവിഭാഗങ്ങളുമായി ADM നടത്തിയ ചർച്ചയും പരാജയമായിരുന്നു. അറസ്റ്റ് വരിക്കാൻ തയ്യാറാണെന്ന് സമരം ചെയ്യുന്ന വൈദികർ അറിയിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണ ചുമതല ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിക്ക് നൽകി. ആർച്ച് ബിഷപ്പിന്റെ വികാരി എന്ന ചുമതലയാണ് പാംബ്ലാനിക്ക് നൽകിയത്. വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നു. ദൃശ്യങ്ങളിലേക്ക്. രാഷ്ട്രീയപരമായ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. കാരണം നേരത്തെ ഉൾപ്പെടുത്തിയ വില്ലേജുകളിൽ നിന്ന് ഏകദേശം 30ഓളം വില്ലേജുകൾ ഒഴിവാക്കപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. ഒഴിവാക്കുന്നതിനെ ഞങ്ങൾ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ആ മാനദണ്ഡങ്ങൾ പ്രകാരം 40ഓളം വില്ലേജുകൾ ഒഴിവാക്കിയപ്പോൾ സമാന മാനദണ്ഡങ്ങളുള്ള മലബാറിലെ വില്ലേജുകൾ അവഗണിക്കപ്പെട്ടു എന്നുള്ളതിലാണ് ഞങ്ങൾക്ക് പരാതി. ഏതെങ്കിലുമൊക്കെ വില്ലേജുകൾ ഒഴിവാക്കിയതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പരാതിയില്ല. മറിച്ച് ഈ സമാന മാനദണ്ഡങ്ങൾ വെച്ച് മലബാറിലെ വില്ലേജുകളെ ഈ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിക്കാമായിരുന്നിട്ടും. സംഘർഷത്തിന്റെ അടക്കം ദൃശ്യങ്ങളാണ് കണ്ടത്. വിവരങ്ങളുമായി ആന്റണി ജോർജ് ചേരുന്നു. ആന്റണി, ഏറെ നാളായുള്ള ഒരു സംഘർഷമായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തർക്കമായിരുന്നു സഭയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കുർബാന തർക്കം പോലെയുള്ള വിഷയങ്ങൾ അടക്കമുള്ള വലിയ തർക്കങ്ങളൊക്കെ രൂപപ്പെട്ടിരുന്നു. എങ്ങനെയാണ് നിലവിലെ സാഹചര്യം? ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഏറ്റവും പുതിയ ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ പുതിയൊരു മാറ്റം എന്ന് പറയുന്നത് അത് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണതലപ്പത്ത് ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ തുടർന്നുകൊണ്ടിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം അത് അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആയി ഉള്ളത്. അതായത് സഭയുടെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണ ചുമതല തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിക്ക് നൽകിയിരിക്കുകയാണ് സിനഡ്. അതായത് നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള മാർ ബോസ്കോ പുത്തൂരിന്റെ രാജി മാർപ്പാപ്പ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹം കഴിഞ്ഞ സെപ്റ്റംബറിൽ ചില ആരോഗ്യ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റീവ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ രാജി ഫ്രാൻസിസ് മാർപ്പാപ്പ അംഗീകരിച്ചു. ഇതോടുകൂടി ഇപ്പോൾ ഇതിന്റെ ഭരണ ചുമതല മേജർ ആർച്ച് ബിഷപ്പിനാണ്. അങ്ങനെ മേജർ ആർച്ച് ബിഷപ്പ് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരിയായി മാർ ജോസഫ് പാംബ്ലാനിയെ നിയമിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ ചേർന്ന സിനഡ് യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടായിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ
അതിരൂപതയുടെ സാധാരണ ഭരണ നിർവഹണം നടത്താനുള്ള ചുമതല മാർ ജോസഫ് പാംബ്ലാനിക്ക് ആയിരിക്കുമെന്നുള്ളതാണ് സിനഡിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അതേസമയം ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ അതിരൂപതയുടെ പൊന്തിഫിക്കൽ ഡെലിഗേറ്റായി തുടരെ നമുക്കറിയാം. ഈ സംഘർഷങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് മാർപ്പാപ്പ വത്തിക്കാനിൽ നിന്ന് പ്രതിനിധിയായി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലിനെ അയച്ചിരുന്നു. അദ്ദേഹം പൊന്തിഫിക്കൽ ഡെലിഗേറ്റ് എന്ന നിലയിൽ ഇപ്പോഴും തുടരും. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി 2023 ഡിസംബറിലാണ് സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററെ മാർപ്പാപ്പ നിയോഗിക്കുന്നത്. അന്നു മുതൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലാണ് ഉണ്ടായിരുന്നത്. അതിനു മുമ്പ് ആർച്ച് ബിഷപ്പ് കർദിനാളിന്റെ വികാരിയായി അന്ന് മാർ ആന്റണി കരിയലിനെ നേരത്തെ നിയമിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം ഈ ജനാഭിമുഖ കുർബാനയെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിലും ഒക്കെ വന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ നീക്കിയാണ് അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചത്. മാർ ബോസ്കോ പുത്തൂരിനെ അന്ന് നിയമിച്ചത്. അതിന് പിന്നാലെ അദ്ദേഹം കഴിഞ്ഞ സെപ്റ്റംബറിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി രാജി ആവശ്യം ഉന്നയിച്ചിരുന്നു. ഏതായാലും അതിപ്പോൾ മാർപ്പാപ്പ അംഗീകരിച്ചിരിക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം അവസാനിച്ചിരിക്കുന്നു. ഇനി നേരിട്ട് ഉള്ള ആർച്ച് ബിഷപ്പിനാണ് ഭരണ ചുമതല. പക്ഷേ ആ ഭരണ ചുമതല മാർ ജോസഫ് പാംബ്ലാനി മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി എന്ന നിലയിൽ അദ്ദേഹം ഈ അതിരൂപതയുടെ ഭരണ ചുമതല ഇനി നിർവഹിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ സിനഡിൻ്റെതായി വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്താക്കുറിപ്പ് ഉള്ളത്. ഏതായാലും ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ആ സംഘർഷാവസ്ഥയ്ക്ക് ഈ ബിഷപ്പ് ഹൗസിന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനത്തിന് മുന്നിൽ ഇപ്പോഴും അതിനൊരു അയവ് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇരുവിഭാഗം വിശ്വാസികളും അവിടെ തുടരുന്നുണ്ട്. രാവിലെ മുതൽ വൈദികർ 21 വൈദികരെ കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെയാണ് പോലീസ് ഈ ബിഷപ്പ് ഹൗസിൽ നിന്ന് ബലമായി പിടിച്ചിറക്കി കൊണ്ടുപോയത്. അതിനെതിരെ രാവിലെ മുതൽ തന്നെ വലിയ സംഘർഷാവസ്ഥ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും വൈകുന്നേരം ഈ സമരക്കാരുമായി ADM ഒരു ചർച്ച നടത്തിയിരുന്നു. പക്ഷേ അതിലൊരു സമവായം ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ സമരക്കാർ പറയുന്ന ഒരു കാര്യം, അതായത് ഈ വൈദികരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരെ എവിടെ നിന്നാണോ പിടിച്ചു കൊണ്ടുവന്നത് അവിടേക്ക് തന്നെ തിരികെ വിടുക, അതായത് ബിഷപ്പ് ഹൗസിനുള്ളിലേക്ക് തന്നെ അവരെ വിടുക എന്നുള്ളതാണ് സമരക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം. അല്ലെങ്കിൽ ഈ വൈദികരെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്കോ സ്റ്റേഷനിലേക്കോ മാറ്റുക. ഏതായാലും അങ്ങനെ അറസ്റ്റ് ചെയ്താൽ അവർ ജാമ്യമെടുക്കാൻ തയ്യാറാകില്ല. അങ്ങനെയെങ്കിൽ നാളെ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാകും. നാളെ ഞായറാഴ്ചയാണ്, കുർബാനകൾ പള്ളികളിൽ മുടങ്ങും. വിവാഹമടക്കമുള്ള ചടങ്ങുകൾ നടക്കുന്ന ദിവസമാണ്. അങ്ങനെ പള്ളികളിൽ ഇതെല്ലാം മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ രാവിലത്തെ ഈ നടപടി, അത് അറസ്റ്റ് ചെയ്തത് അവരെ ബിഷപ്പ് ഹൗസിന് ഉള്ളിൽ നിന്നാണ്, അവരെ അവിടേക്ക് തന്നെ പ്രവേശിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ സമരക്കാർ വെച്ചിരിക്കുന്നത്. നാളെ എന്തായാലും പുതിയ തീരുമാനത്തിനെതിരെ, അല്ലെങ്കിൽ വത്തിക്കാനിൽ നിന്ന് എടുത്തിരിക്കുന്ന പുതിയ തീരുമാനത്തിനെതിരെ ഇപ്പോൾ അതിന്റെ ഒരു ആഹ്ലാദ പ്രകടനം തന്നെയാണ് നമുക്ക് അവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന പദവി ഒഴിവാക്കി എന്ന് തന്നെയാണ് ഏറ്റവും പുതിയ വിവരം. ഇനി അങ്ങോട്ട് ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി ഭരണം തുടരും, അല്ലെങ്കിൽ ആർച്ച് ബിഷപ്പായിരിക്കും ഭരണം നടത്തുക. അത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം ലഭിച്ചു. അതിൻ്റെ എല്ലാം ആഹ്ലാദ പ്രകടനങ്ങളും കൂടിയാണ് ആ ഒരു സമര മുഖത്ത് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ആന്റണിയിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു പോകുന്നു. അതിനു മുമ്പ് നമുക്ക് ഈ ദൃശ്യങ്ങൾ അല്പനേരം ഒന്ന് കാണാം. കാരണം നമ്മുടെ അച്ഛന്മാർ, പ്രിയപ്പെട്ട അച്ഛന്മാർ 35+21 അച്ഛന്മാരെ, 35-ലധികം അച്ഛന്മാരെ ഇവിടെ നിൽക്കുന്നുണ്ട്, അറസ്റ്റ് വരിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛന്മാരാണ് ഇപ്പോൾ അറസ്റ്റ് വരിക്കുന്നത്. നിങ്ങളുടെ ആത്മായ വിശ്വാസികളെ നിങ്ങളുടെ കുടുംബക്കാർക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തൽക്കാലം വേണ്ട, ഞങ്ങൾ അച്ഛന്മാരെ ജീവൻ കൊടുക്കാൻ തയ്യാറാണ്. ഞങ്ങൾ ജീവൻ കൊടുക്കാൻ തയ്യാറാണ്. അപ്പൊ അതുകൊണ്ട് ജീവൻ കൊടുക്കാൻ തയ്യാറായി തന്നെയാണ് ഇതിനകത്തേക്ക് നമ്മുടെ പുതിയ ഭരണ സംവിധാനം, നമ്മുടെ പഴയ ഭരണ സംവിധാനം തന്നെ മേജർ ആർച്ച് ബിഷപ്പ്, നമ്മുടെ ആർച്ച് ബിഷപ്പായി വന്നതിലും അദ്ദേഹത്തിന്റെ വികാരിയായി ജോസഫ് പാംബ്ലാനി പിതാവിനെ കിട്ടിയതിനും വേണ്ടി നമ്മൾ പള്ളിയിൽ കയറി നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ കബറിടത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം ഒരു റാലി നടത്തി നമ്മളിവിടെ തിരിച്ചു വരും. ആരും തന്നെ പോകരുത്. നമ്മുടെ അച്ഛന്മാരുടെ ഉണ്ട്, അവർ നമുക്ക് വേണ്ടി ജീവൻ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവൻ അവർക്ക് വേണ്ടി കൊടുക്കണം. സ്ഥാനമൊഴിഞ്ഞതിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളാണ്
ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആന്റണിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ആന്റണി, സമരം ചെയ്ത വൈദികർ അറസ്റ്റ് വരിക്കും എന്ന് തന്നെയാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. എപ്പോഴത്തേക്കുണ്ടാകും അവരുടെ അറസ്റ്റ്? അതേപോലെ തന്നെ അവർക്കെതിരെ നിരവധി നടപടികളും സ്വീകരിച്ചിട്ടുണ്ടല്ലേ? നേരത്തെ സിനഡിൽ നിന്ന് സിനഡിന്റെ തീരുമാനപ്രകാരം 6 വൈദികർക്ക് സസ്പെൻഷൻ നൽകാൻ തീരുമാനിച്ചിരുന്നു ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട്. അതിനു പുറമെ 15 വൈദികർക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ സമരക്കാർ മുന്നോട്ട് വെച്ച ആവശ്യം അറസ്റ്റ് എന്നുള്ള ആ ഒരു നിലയിലേക്ക് തന്നെ പോവുകയാണ്. ഏതായാലും ഇവരെ വീണ്ടും അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയില്ല. അതായത് സമരം ചെയ്തിരുന്ന ബിഷപ്പ് ഹൗസിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയില്ല. അച്ഛന്മാർ ഇപ്പോൾ ഉള്ളത് ആ കോമ്പൗണ്ടിലാണ്. അതിനുള്ളിലേക്ക് ഈ കെട്ടിടത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് സഭാ നേതൃത്വം സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അറസ്റ്റ് എന്നുള്ള ആ ഒരു നിലപാടിലേക്ക് പോലീസ് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ആർച്ച് ബിഷപ്പ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം അവസാനിപ്പിച്ചതിൽ ഈ വിമതർ എന്ന് വിളിക്കുന്ന ആ പക്ഷം ജനാഭിമുഖ കുർബാനയെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അത് വേണമെന്ന് ആവശ്യപ്പെടുന്ന വിഭാഗം അവർ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം നമുക്കറിയാം എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് പറയുന്നത് അത് എല്ലാ കാലവും മേജർ ആർച്ച് ബിഷപ്പ്, അതായത് കർദിനാളിന്റെ ഈ സഭയുടെ ഈ സിറമലബാർ സഭയുടെ കേരള മാർപ്പാപ്പ കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ അധ്യക്ഷൻ എന്ന് പറയുന്നത് കർദിനാൾ മേജർ ആർച്ച് ബിഷപ്പാണ്. മേജർ ആർച്ച് ബിഷപ്പിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് അവിടെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണം എപ്പോഴും നടക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ഈ സംഘർഷങ്ങൾക്ക് ശേഷം അത് ഒഴിഞ്ഞ് പിന്നീട് ആന്റണി കരിയിലിനെ നിയമിക്കുകയാണ് ചെയ്തത്. കർദിനാൾ അന്ന് ജോർജ് ആലഞ്ചേരിയാണ് അദ്ദേഹത്തിന്റെ വികാരിയായ ആന്റണി കരിയിലിനെ നിയമിച്ചിരുന്നു. ആർച്ച് ബിഷപ്പ് ആന്റണി കരിയിലിനെ. പിന്നീട് ഈ ജനാഭിമുഖ കുർബാനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ തുടർന്ന് അദ്ദേഹത്തെ മാറ്റുകയാണ് ചെയ്തത്. അത് ഈ മാർപ്പാപ്പയുടെ വത്തിക്കാനിൽ നിന്നുള്ള മാർപ്പാപ്പയുടെ പ്രതിനിധിയായ സിറിൽ വാസിലടക്കം വന്നിരുന്നു. അതായത് ഈ ജനാഭിമുഖ കുർബാനയെ അംഗീകരിച്ചു, സിനഡിന്റെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയെന്നാണ് അന്ന് ആന്റണി കരിയലിനെ നീക്കിയത്. അതിനുശേഷമാണ് മാർ ബോസ്കോ പുത്തൂറിനെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ അത് മാറി അവിടെ നേരിട്ട് മേജർ ആർച്ച് ബിഷപ്പിന്റെ തന്നെ നേരിട്ടുള്ള മേൽനോട്ടത്തിലേക്ക് അതിരൂപത ഭരണം വരുന്നു. അതുമാത്രമല്ല മാർ ജോസഫ് പാംബ്ലാനിയെ, സഭയിലെ ഏറ്റവും മുതിർന്ന ഒരു ആർച്ച് ബിഷപ്പാണ് അദ്ദേഹത്തെ അതിൻ്റെ വികാരിയായി നിയമിക്കുന്നു. അദ്ദേഹമാണ് ഇനി ദൈനംദിനമായ അതിരൂപതയുടെ ഭരണ നിർവഹണ ചുമതലകൾ അദ്ദേഹത്തിനാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉള്ളത്. ഏതായാലും അത്തരത്തിൽ വലിയ ഒരു മാറ്റം അതിനെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ വിമതർ അല്ലെങ്കിൽ ഈ ജനാഭിമുഖ കുർബാനയെ ആവശ്യപ്പെടുന്നത് പാംബ്ലാനി വന്നാലും ഈ ജനാഭിമുഖ കുർബാന എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകരുത്, അത് തങ്ങൾക്ക് വേണം എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. ഏകീകൃത കുർബാനയോടുള്ള ആ ഒരു എതിർപ്പ് അത് ശക്തമായി തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. മറിച്ച് ജനാഭിമുഖ കുർബാന, എറണാകുളം അങ്കമാലി അതിരൂപത പിന്തുടരുന്ന ജനാഭിമുഖ കുർബാന തന്നെ വേണം എന്നുള്ള നിലപാട് അവർ ആവർത്തിക്കുകയും ചെയ്യുന്നു. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ വൈദികർ അറസ്റ്റ് വരിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും. എന്തായാലും ആന്റണി, മാർ ജോസഫ് പാംബ്ലാനിക്കിനി ചുമതല ഉള്ളത്, അല്ലെങ്കിൽ പുതിയ ചുമതല ഏൽക്കുന്നത് മാർ ജോസഫ് പാംബ്ലാനിയാണ്. മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി എന്നൊരു ചുമതലയിലേക്ക് മാർ ജോസഫ് പാംബ്ലാനി എത്തുമ്പോൾ ഇനി അങ്ങോട്ട് എത്തരത്തിലായിരിക്കും കുർബാനകൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ എത്തരത്തിലുള്ളൊരു നിലപാടായിരിക്കും മാർ ജോസഫ് പാംബ്ലാനി അടക്കമുള്ള ഒരു അധികൃതർ സ്വീകരിക്കുക എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. ഈ ഒരു തർക്കത്തിനൊരു ശമനം കൊണ്ടുവരാൻ മാർ ജോസഫ് പാംബ്ലാനിക്ക് കഴിയുമോ എന്നുള്ളൊരു ചോദ്യം കൂടി ഇപ്പോൾ നിലവിൽ ഈ അന്തരീക്ഷത്തിലുണ്ട്. തീർച്ചയായും അദ്ദേഹം കുറെ കൂടി കാര്യങ്ങളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരാളാണ്. നമുക്കറിയാം നിരവധി വിഷയങ്ങളിൽ സഭയിൽ ഇപ്പോൾ അഭിപ്രായമടക്കം പറയുന്ന അല്ലെങ്കിൽ നിരവധി കാര്യങ്ങളിൽ അദ്ദേഹം സജീവമായ ഒരാൾ തന്നെയാണ് മാർ ജോസഫ് പാംബ്ലാനി എന്ന് പറയുന്നത്. കൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. പക്ഷേ ഈ ഏകീകൃത കുർബാന പൂർണ്ണമായും വേണമെന്നുള്ള ആ ഒരു നിലപാട് അതൊരു വൈദികരുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അതിനോട് ശക്തമായ എതിർപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ജനാഭിമുഖ കുർബാന അത് അതിരൂപതയുടെ അവകാശമായി അംഗീകരിച്ച് കിട്ടണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. പക്ഷേ അത് സിനഡ് തീരുമാനങ്ങൾക്ക് വിരുദ്ധമാണ്. ഈ സംഘർഷങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ
ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം സിനഡ് കുർബാന നടത്താനുള്ള അനുമതി അല്ലെങ്കിൽ അത്തരമൊരു ഒരു സമവായത്തിലേക്ക് നേരത്തെ എത്തിയിരുന്നു. പക്ഷെ അത് പോരാ എന്നുള്ള നിലപാടായിരുന്നു പിന്നീട് ഈ ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്ന വിഭാഗം ആവശ്യപ്പെട്ടത്. ഏതായാലും അവർ ആ ആവശ്യം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ ഇനി എന്ത് തരത്തിലുള്ള സമവായത്തിലേക്കാണ് പോകാൻ കഴിയുക എന്നുള്ളതും ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണ്. കാരണം ഏകീകൃത കുർബാന എന്നുള്ള ആവശ്യമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂരിഭാഗം വൈദികരും വിശ്വാസികളും ഒക്കെ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതെങ്ങനെയാണ് ഇനി ആ പ്രശ്നമാണ് ഇപ്പോഴും തീർക്കാൻ കഴിയാത്ത ഒന്നായി നിൽക്കുന്നത്. ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉള്ളത്. ഏതായാലും മാർ ജോസഫ് പാംബ്ലാനി ചുമതലയിലേക്ക്, അതിരൂപതയുടെ ചുമതലയിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഇനി അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതും ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. സമവായത്തിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമോ എന്നുള്ളത് തന്നെയായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹവും ശ്രമിക്കുന്ന ഒരു കാര്യം. ഒരു ഘട്ടത്തിൽ അദ്ദേഹവും ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി മുന്നോട്ട് വന്നിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ഒരു സമിതി, സിനഡ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ഉപസമിതിയെ, മെത്രാൻ സമിതിയെ നിയോഗിച്ചിരുന്നു. അതിൽ മാർ ജോസഫ് പാംബ്ലാനി അടക്കമുള്ളവർ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അന്ന് അതിനെ തുടർന്നാണ് ഇത്തരമൊരു സമവായ നിർദ്ദേശമൊക്കെ ഉയർന്നു വന്നത്. അതായത് വിശേഷപ്പെട്ട ദിവസങ്ങളിലും അതുപോലെ തന്നെ ഞായറാഴ്ചകളിലുമൊക്കെ ഒരു ഏകീകൃത കുർബാന എന്ന്, സിനഡ് കുർബാന എന്ന് വിളിക്കുന്ന ഏകീകൃത കുർബാന രീതി അർപ്പിക്കാം ഒരു സമവായത്തിലേക്ക് വൈദികരൊക്കെ എത്തുകയും ഒക്കെ ചെയ്തത്. ഏതായാലും ഇനി അടുത്ത നടപടികൾ എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടത്. ഏതായാലും തലശ്ശേരി അതിരൂപതയുടെ ചുമതലയിൽ മാർ ജോസഫ് പാംബ്ലാനി തുടരുകയും ചെയ്യും. ആ ചുമതലയിൽ നിന്നുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരിയായി പ്രവർത്തിക്കുകയും ചെയ്യുക. തീർച്ചയായും എന്തായാലും മാർ ജോസഫ് പാംബ്ലാനി ചുമതല ഏൽക്കുന്ന ആ ഒരു നിമിഷം മുതൽ ഇനി എങ്ങനെയായിരിക്കും ഈ ഒരു തർക്കം പരിഹരിക്കാനാവുക, എത്തരത്തിലായിരിക്കും ഈ തർക്കങ്ങളൊക്കെ ഒരു സമവായത്തിലേക്ക് എത്തുക എന്നുള്ളതെല്ലാം ഇനി കാണേണ്ടിയിരിക്കുന്നു. ആന്റണി ജെ ജോർജാണ് വിവരങ്ങൾ നൽകിയത്.